ഹായ് മച്ചാന്മാരെ ചങ്കത്തികളെ, ഞാൻ വില്ലൻ. ഞാനൊരു കഥ പറയാൻ വേണ്ടി വന്നതാണ്. കഥ നമുക്ക് പഠിക്കേണ്ട ഒരു കഥയും കൂടാണ്. ഒരു മരം വെട്ടുകാരൻ്റെയും ഭാര്യയുടെയും കഥ. ആ മരം വെട്ടുകാരൻ കാട്ടിൽ പോയി മരം വെട്ടി വിറകാക്കി അത് വിറ്റാണ് അവനും ഭാര്യയും ജീവിച്ചിരുന്നത്. ഒരു ദിവസം മരം വെട്ടുമ്പോൾ മരത്തിൻ്റെ ചോട്ടിൽ നിന്നൊരു കീരിക്കൊച്ചിനെ കിട്ടും. ആ കീരിക്കൊച്ചിനെ നല്ല തലോടി അവന് നല്ല കൗതുകം തോന്നി അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ഭാര്യയ്ക്കും ഇഷ്ടാവും. അവർ ആ കീരിക്കൊച്ചിനെ നല്ലതുപോലെ നോക്കും, കുടുംബത്തിൻ്റെ അംഗത്തിനെ പോലെ നോക്കും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇനി മരം വെട്ടുകാരനും ഭാര്യയ്ക്കും ഒരു കൊച്ചുണ്ടാവും. അപ്പോൾ ആ കൊച്ചിനെ കീരി ഒരാൾ ഉപദ്രവിക്കാത്ത രീതിയിൽ അതിൻ്റെ തൊട്ടിലിന് ചുറ്റും ഇങ്ങനെ നടക്കും. അത്ര സംരക്ഷണം. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ മരം വെട്ടുകാരൻ കാട്ടിൽ പോയി വിറക് വെട്ടാൻ പോയ സമയത്ത് നല്ല മഴ പെയ്യും. നേരെ വീട്ടും. നേരെ വീട്ടിൽ വരുമ്പോൾ ചോരയിൽ കുളിച്ച് നിൽക്കണ കീരിനെയാണ് കാണുക. അപ്പം മരമട്ടുകാരന് ദേഷ്യം വരും. ഈശ്വര, ഇവനെ നല്ലതുപോലെ നോക്കി വളർത്തിയതല്ല, എൻ്റെ കൊച്ചിനെ കടിച്ചു കയറി കൊന്നൂലെ. അവൻ്റെ മഴ കൊണ്ട് വെട്ടി കാര്യം പോലും അറിയാതെ കീരിനെ കൊല്ലും. അകത്ത് ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച കണ്ട് ഈ മരമട്ടുകാരൻ ഞെട്ടുകയാണ്. തൊട്ടിൽ ഒരു കുഴപ്പമില്ലാതെ കിടന്നുറങ്ങുന്ന തൻ്റെ കൊച്ച്, തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുന്ന തൻ്റെ ഭാര്യ, അതിൻ്റെ അപ്പുറത്ത് ചോരയിൽ കുളിച്ച് ചത്ത് മലച്ച് കിടക്കുന്ന ഒരു മൂർഖൻ പാമ്പും. അപ്പോഴാണ് മനസ്സിലാവും, അയ്യോ, എൻ്റെ കൊച്ചിനെ ഉപദ്രവിക്കാൻ വന്ന ആ മൂർഖൻ പാമ്പിനെയാണല്ലോ കീരി കൊന്നത്. അവൻ എൻ്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തി. കാര്യം അറിയാതെ ഞാൻ അവനെ കൊന്നു. അയ്യോ, വല്ലാത്തൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. എൻ്റെ എടുത്തിയാട്ടും വിവേകമില്ലായ്മയും കൊണ്ട് സംഭവിച്ചതാണ്. അപ്പം ഇതാണ് സംഭവം. ഈ ദേഷ്യം എടുത്തുചാട്ടവും കൊണ്ട് അവിടെ നഷ്ടപ്പെട്ടതൊരു ജീവനാണ്. എന്ത് കാര്യം ആലോചിച്ച് ശരിയും തെറ്റും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് നന്ന്. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ അബദ്ധങ്ങൾ ക്ഷണിച്ചു വരുത്തും. അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ ആലോചിച്ച് കണ്ട് തീരുമാനിച്ച് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.